ശ്രീ എ കെ അനുരാജ്, ഇപ്പോൾ SITയുടെ അന്വേഷണം നന്നായി പോകുന്നു എന്നൊരു അഭിപ്രായം എൻ വാസുവിന്റെ അറസ്റ്റോട് കൂടി ഉണ്ടായിട്ടുണ്ടോ? BJP ഈ CBI അന്വേഷണം കേന്ദ്ര ഏജൻസി വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ SIT ഇപ്പോൾ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. അല്ല, ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റിലേക്ക് എത്തി എന്നതുകൊണ്ട് ഇതിൻ്റെ എല്ലാ കുറ്റവാളികളും പിടിയിലായി എന്നോ അല്ലെങ്കിൽ ഈ കേസ് ഇവിടെ അവസാനിച്ചു എന്നോ ഇതിപ്പോൾ മാധ്യമങ്ങളൊക്കെ പലരും പറയുന്നുണ്ട്. അതായത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിലേക്ക് എത്തി, ഇദ്ദേഹമായിരുന്നു നേരത്തെ തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടത്, എല്ലാ തരത്തിലും സംശയിക്കപ്പെട്ടിരുന്നു എന്നൊക്കെ. പക്ഷേ അതുകൊണ്ടും ആയില്ല. ഇത് ഒരു എന്താ പറയുക, നിരവധി കണ്ണികളിലെ ഒരു കണ്ണി മാത്രമാണ്. അതാകട്ടെ എല്ലാ ഏജൻസികളും, അതായത് ജുഡീഷ്യറിയും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ പോലീസ് സംവിധാനവും പൊതുജന മനസ്സും രാഷ്ട്രീയ പാർട്ടികളുടെ താല്പര്യവും അതോടൊപ്പം ഈ തെരഞ്ഞെടുപ്പ് സാഹചര്യവും ഇതൊക്കെ വന്നപ്പോഴാണ് നമ്മൾ ഇത്രയെങ്കിലും മുന്നോട്ട് പോയത്. അപ്പോൾ ഇത് തന്നെ സംഭവിക്കുമായിരുന്നു എന്ന സംശയമാണ് സത്യത്തിൽ കേരളത്തിൽ ഇതുവരെ ഉണ്ടായിരുന്നത്. അതിൽ ഒരു പടി മുന്നോട്ട് പോയി എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ടൊന്നും ഈ പ്രശ്നം തീരുന്നില്ല. കാരണം ഇത് സത്യത്തിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നടക്കുകയല്ലേ. അതെ, മുന്നോട്ട് പോകട്ടെ. പക്ഷേ എങ്കിലും അതിൻ്റെ വേഗമൊക്കെ വേണ്ടത്ര ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. ഏതായാലും മുന്നോട്ട് പോകട്ടെ. എൻ്റെ വിഷയം ഇതിനകത്ത് സത്യത്തിൽ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരാൾക്ക് താല്പര്യമില്ലാത്ത ഒരു ജോലി അവരെ ഏൽപ്പിക്കുക, വിശ്വാസത്തോട് യാതൊരു താല്പര്യവുമില്ലാത്ത അവിശ്വാസികളെ ക്ഷേത്രഭരണം ഏൽപ്പിച്ചതിലൂടെ അത് കൊള്ളയടിക്കാവുന്ന ഒരു അവസരമാണ്. ഇവിടെ കിട്ടുന്ന സ്വർണ്ണമെല്ലാം എന്ന് ചിന്തിക്കുന്ന എന്നുള്ളതാണ്. അങ്ങനെ തന്നെയാണ് ഞാൻ പറയുന്നത്. അല്ലെ, വിശ്വാസിയാണല്ലോ ഇതിൽ പ്രധാനപ്പെട്ട പങ്കാളിയായിരിക്കുന്നത്. ഭരണമേൽപ്പിക്കൽ മാത്രമല്ല, വിശ്വാസിയാണ് ഇതിൽ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്, നടപ്പാക്കിയിരിക്കുന്നത്. അതിലൊന്നും അർത്ഥമില്ല. അപ്പോൾ അവിശ്വാസികൾ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുമെന്ന് പറയുന്നതിൽ വേഷം കെട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പല ക്ഷേത്രങ്ങളിലും ശാന്തിക്കാരനായി നിന്നിട്ടുള്ള ആളാണ്. സ്മൃതി, എനിക്ക് എൻ്റെ നിലപാടേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായതുകൊണ്ട് വിശ്വാസിയാണ് എന്നർത്ഥമുണ്ടോ? വിശ്വാസം എന്നുള്ളത് നമ്മൾ ഒരു വേഷം കെട്ടെടുത്ത് അണിഞ്ഞിട്ട് കാര്യമില്ല. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യം തന്നെ പറഞ്ഞല്ലോ. അയാൾ അദ്ദേഹം എന്താ ചെയ്തത്? ഇനിയും അദ്ദേഹത്തെ വിശ്വാസിയായിട്ടാണോ കാണേണ്ടത്? ശബരിമല അയ്യപ്പന്റെ വിശ്വാസിയായിട്ടുള്ള ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതുപോലെയൊക്കെ ചെയ്യുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അപ്പോൾ അത്തരത്തിൽ ഞാൻ പറഞ്ഞത്, ശബരിമലയുമായി ബന്ധപ്പെട്ട് തന്നെ അത്തരം കേന്ദ്രങ്ങളുമായി ചുറ്റിപ്പറ്റി നിന്ന് ഈ രീതിയിലുള്ള കച്ചവടം സാധ്യമാക്കുന്ന വ്യക്തികളുണ്ട്. അവര് വിശ്വാസികളല്ല. അത്തരത്തിൽ ഈ ദേവസ്വം ബോർഡിന്റെ ഭരണ സംവിധാനവും വിശ്വാസികളല്ല. നമ്മൾ ഒരാളെ പറയുന്നു, മറ്റൊരാളെ പറയുന്നു, ഒരു ക്ലർക്ക് എന്ന് പറയുന്നു, കമ്മീഷണർ എന്ന് പറയുന്നു, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറയുന്നു. ഈ സംവിധാനം ഒന്നാകെ ഈ ഒരു സംഘമാണ്. നമുക്ക് ദേവസ്വം ബോർഡിൽ സംഭവിക്കുന്ന എന്താണ്? രാഷ്ട്രീയ പാർട്ടി നിയമനമാണ് സംഭവിക്കുന്നത്. ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിക്കട്ടെ, അവരുടെ ആൾക്കാരെ കുത്തിത്തിരുകുകയാണ്. ആവശ്യമായ തസ്തികയിലേറെ, നല്ല ശമ്പളമുള്ള ക്ഷേത്രത്തിലാണെങ്കിൽ ആവശ്യമായ തസ്തികയിലേറെ പോസ്റ്റ് ചെയ്യും. അതേസമയം സാധാരണ ക്ഷേത്രങ്ങളിൽ നടത്തിപ്പിന് പോലും അവസരമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് മലബാർ ദേവസ്വം ബോർഡ് പോലുള്ള ദേവസ്വം ബോർഡുകളിൽ എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ശമ്പളം കൊടുക്കുമ്പോഴും ശാന്തിക്കാരന് ശമ്പളം കൊടുക്കുന്നില്ല. ഈ രീതിയിലൊക്കെയുള്ള അവിശ്വാസികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിൽ സംഭവിക്കില്ല, അത് ഉറപ്പാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ഏത് സ്ഥാപനം നടത്തുമ്പോഴും ഒരു പോയിന്റ് കൂടി പറഞ്ഞു, അതേക്കുറിച്ച് ഞാൻ പറയാം. ജയകുമാറിനെ കുറിച്ചുള്ള കാര്യം ഞാൻ പറയാം. അതിനുവേണ്ടി ഈ വിഷയം ഞാൻ പൂർത്തിയാക്കട്ടെ. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് എല്ലാം ഡിജിറ്റൽ വൽക്കരിച്ച് എല്ലാം നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാലമാണ്. നമ്മുടെ ദേവസ്വം ബോർഡുകൾ എത്രത്തോളം ഡിജിറ്റൈസ് ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മൾ ഈ പറയുന്ന മഹസർ, എഴുതുക, ഒപ്പിടുക എന്നൊക്കെ പറയുന്നത് പുരാതന കാലം തൊട്ടുള്ള രീതികളാണ്. ഇതിൻ്റെ കാർബൺ കോപ്പി, ഇതൊക്കെ എത്രത്തോളം മാനിപ്പുലേഷൻ സാധിക്കും? അതും പൂർണ്ണമായി രാഷ്ട്രീയ നിയന്ത്രണത്തിലുള്ള ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തുടർച്ചയായി 3 ടേമോ മറ്റോ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ ഇടതുപക്ഷ സർക്കാർ നിയമിക്കുകയാണ്. ആ ഒരു സംവിധാനത്തിന് എത്രത്തോളം മാനിപ്പുലേഷൻ കേരളത്തിലെ ഉദ്യോഗസ്ഥ സംവിധാനത്തിൽ, അതും ദേവസ്വം ബോർഡ് പോലുള്ള സംവിധാനത്തിൽ സാധിക്കും? എന്തുകൊണ്ടാണ് ഡിജിറ്റൈസ് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് ഇതൊന്നും വ്യവസ്ഥാപിതമാക്കാത്തത്? നമ്മൾ ആലോചിച്ച് നോക്കുക. അതായത് 98-99 വിജയ് മല്യ സ്വർണം കൊടുക്കുന്നത് 30 കോടി. ഇത് പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുക്കുമ്പോൾ 42 കിലോഗ്രാം, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുക്കുമ്പോൾ 42 കിലോഗ്രാം. അവിടുന്ന് എത്ര 4.5 കിലോഗ്രാം അങ്ങോട്ടാണ് കുറഞ്ഞത് മദ്രാസിലെത്തുമ്പോൾ. ഇത് നമ്മൾ ഓർക്കണം, ഇന്ന് 1 ഗ്രാം സ്വർണത്തിന്റെ വില 12,000 രൂപയാണ്. 1 പവൻ സ്വർണത്തിന്റെ വില 1 ലക്ഷം രൂപയാണ്. ശബരിമലയിൽ എത്തുന്ന ഇത്തരം വ്യവസായികൾ കൊടുക്കുന്നത് പോട്ടെ, അല്ലാതെയുള്ള ശബരിമലയിൽ വരുന്ന ഓരോ 10 രൂപയും നമ്മൾ ഓർക്കണം. ഈ ഇരുമുടിക്കെട്ടും താങ്ങിപ്പോകുന്ന അയ്യപ്പന്റെ മുണ്ടിന്റെ കോന്തലയിൽ വെച്ച് കൊണ്ടുപോകുന്ന കാശ് മാത്രമാണ് ശബരിമലയിൽ ഈ രീതിയിൽ അയ്യപ്പ ഭക്തർ എത്തിക്കുന്നത്. ആ കാശാണ് അടിച്ചു മാറ്റുന്നത്, ഈ രീതിയിൽ പോകുന്നത്. നമ്മളിതിന് വളരെ ലാഘവത്തോടെ കണ്ടാൽ പോരാ. ഇനിയിപ്പോൾ സ്വർണം പോയി, ചെമ്പ് പോയിട്ടില്ലെന്ന് ആരറിഞ്ഞു? ഈ രീതിയിലുള്ള മഹസറും സംവിധാനങ്ങളും ഉദ്യോഗസ്ഥ സംവിധാനവും അല്ലേ അവിടെ ഉള്ളത്.
ഈ ദേവസ്വം ബോർഡ് സംവിധാനത്തിന് ലെവലേശം വിശ്വാസമില്ലാത്തത് കൊണ്ട് ഇത് ഒരു പരിധിവരെ വിശ്വാസികളാണെങ്കിൽ ഇത് കുറയുമെന്ന് ഞാൻ ഒരു പ്രത്യാശാപൂർവ്വം പറയുകയാണ്, അല്ലാതെ അങ്ങനെയാണെന്ന് ഞാൻ വാദിക്കുകയൊന്നുമല്ല. പക്ഷേ ഈ സംവിധാനത്തിൽ എന്തായാലും ഇത് പ്രതീക്ഷിക്കേണ്ടതില്ല. ഇത് ശബരിമല ഒരു ഉദാഹരണം മാത്രമാണ്. മറ്റമ്പലങ്ങളിൽ നടക്കുന്നത് എന്താണ്? ഇപ്പോൾ ഗുരുവായൂർ പോലുള്ള അമ്പലങ്ങൾ എന്താണ് നടക്കുന്നത്? ഏതൊക്കെ രീതിയിൽ നമ്മൾ കാണുന്നില്ല? രാഷ്ട്രീയക്കാരൊക്കെ എത്ര സ്വതന്ത്രമായിട്ടാണ് ഗുരുവായൂർ അമ്പലത്തിലേക്ക് കയറുന്നത്. സാധാരണക്കാരൻ്റെ സ്ഥിതി എന്താണ്? മണിക്കൂറുകൾ ക്യൂ നിൽക്കണം. ചില വിശേഷ ദിവസങ്ങളിലൊക്കെ നടയടക്കുന്ന സമയം കൂടും. അപ്പോൾ രാവിലെ തൊട്ട് ഉച്ച വരെയോ വൈകുന്നേരം വരെയോ കാത്തു നിന്നിട്ടാണ് ദർശനത്തിന് പോകുന്നത്. നിർമ്മാല്യ ദർശനമൊന്നും സാധാരണക്കാരൻ ചിന്തിക്കാൻ പോലും പറ്റില്ല. രാഷ്ട്രീയക്കാരന് എന്തെല്ലാം വഴികളുണ്ട്. അത് രാഷ്ട്രീയക്കാരോട് കൈകോർത്തിട്ട് കൂടെ ചെയ്യുന്നുണ്ട്. ഒരു പാർട്ടിയുടെ ആൾക്കാർ മറ്റു പാർട്ടിയെ സഹായിക്കുക, അവരുടെ ഗുണ്ടായിസം, വേണ്ടതിൽ കൂടുതൽ ജീവനക്കാർ, ഈ രീതിയിൽ ക്ഷേത്രങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇതിൽ വിലപിക്കുന്ന ഒരു വിഭാഗം മാത്രമേ ഉള്ളൂ. അത് വിശ്വാസിയായ ഹിന്ദുവാണ്. നിർഭാഗ്യവശാൽ ഈ ചർച്ചയിൽ പോലും അവരുടെ പ്രതിനിധി ഇല്ലാതെ പോയി. കാരണം അവർ വളരെ ഇപ്പോൾ വലിയൊരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. എന്താണ്? ദേവസ്വം ബോർഡിന്റെ അമ്പലങ്ങളിൽ നിങ്ങൾ ഒരു പൈസ ഇടേണ്ടതില്ല എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഇതാണ് കാരണം. അതേസമയം ദേവസ്വം ബോർഡിനെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഞങ്ങൾ അമ്പലങ്ങളെ അഴിമതി വിമുക്തമാക്കാൻ പ്രതിനിധിയാണ് ആയിരിക്കാം. പക്ഷേ ഈ ചർച്ചയിൽ ഞാൻ എടുത്ത സമീപനം ആ രീതിയിലൊരു സമീപനമല്ല. പക്ഷെ ഞാൻ ആ വിഷയത്തിലേക്കും കൂടെ വേണമെങ്കിൽ ഇനി പോകാം. ഞാൻ പറയുന്നത് അവരുടെ പ്രതിനിധിയായിട്ടല്ല ഞാൻ ഇതുവരെ സംസാരിച്ചത്. അത് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ പ്രതിനിധിയായിട്ട് ഒരു എന്താ പറയുക അയ്യപ്പ സേവാ സമാജം അങ്ങനെയുള്ള സമിതികൾക്കൊക്കെ ആയിരിക്കും കൂടുതൽ അതിനെപ്പറ്റി പറയാൻ പറ്റുക, അതിൻ്റെ വിഷമമൊക്കെ പറയാൻ പറ്റുക, അല്ല അതിൻ്റെ പ്രശ്നങ്ങൾ കൂടുതൽ പറയാൻ, എന്നെക്കാളും കൂടുതൽ പറയാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അവർക്ക് അവരോട് ഇപ്പോൾ ഉള്ളൊരു പ്രചരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ അമ്പലങ്ങളിൽ നമ്മൾ കാണിക്കയിടണ്ട, കാരണം ഇത് ആരെങ്കിലും കൊണ്ടുപോകും എന്നുള്ളതാണ്. അപ്പോൾ അതിനെതിരെ പറയുന്നത് കമ്മിറ്റികൾ നടത്തുന്ന ക്ഷേത്രങ്ങൾ പലതും നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതിൽ ചിലപ്പോൾ അഴിമതി ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറയുന്നത്. നല്ല രീതിയിൽ പോകുന്ന, വളരെ കൃത്യമായി കണക്ക് സൂക്ഷിക്കുന്ന, ഈ വിഗ്രഹമോ അല്ലെങ്കിൽ ഇത്തരം പറഞ്ഞ ഈ രീതിയിലുള്ള സ്വർണ്ണമോ അത്തരം സംവിധാനങ്ങളോ വളരെ ഉത്തരവാദിത്തപൂർവ്വം ചെയ്യുന്ന കുടുംബക്ഷേത്രങ്ങൾ പോലും ഉണ്ട്. അതിനൊക്കെ കൃത്യമായ വ്യവസ്ഥ അവർക്കുണ്ട്. ബാങ്ക് ലോക്കറുകളിൽ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തു പോകുന്ന, തലമുറകളായിട്ട് കൈകാര്യം ചെയ്തു പോകുന്ന, അല്ലെങ്കിൽ സമൂഹത്തിന്റെ പിന്തുണയോടെ കമ്മിറ്റി ഉണ്ടാക്കി കൈകാര്യം ചെയ്യുന്ന കുറേ ക്ഷേത്രങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ദേവസ്വം ബോർഡ് സർക്കാരിന്റെ കയ്യിലായാൽ ഇത് അഴിമതി വിമുക്തമാവുകയില്ല എന്നുള്ളതിന് കൃത്യമായ തെളിവാണ് ശബരിമല. ജയകുമാറിന്റെ കാര്യം ചോദിച്ചു, അതുകൂടെ ഞാൻ സമയമുണ്ടെങ്കിൽ മറുപടി പറയാം. നമുക്ക് അടുത്ത ഘട്ടത്തിൽ വരാം. ഇപ്പോൾ എൻ വാസുവിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തെ കൊട്ടാരക്കര സബ് ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നുള്ള വാർത്തയാണ് ഈ ഘട്ടത്തിൽ നൽകാനുള്ളത്. അദ്ദേഹം റിമാൻഡിലാണ്. കൊട്ടാരക്കര സബ് ജയിലിലേക്ക് മാറ്റുകയാണ്. Debate with Smriti Parathikkad.